ഹായ്, ഞാൻ ദീപ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് പ്രിൻറ്റിങ് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ്. പ്രൊഫഷണലി ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് പെയിൻറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്സ് ആവശ്യമാണ്. ഇതിപ്പോൾ ഈ കാണുന്ന ബ്ലോക്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 5 എണ്ണത്തിൻ്റെ സെറ്റിന് 650 രൂപയാണ്. കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഫാബ്രിക്കയുടെ അക്രിലിക് പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബ്രഷ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, സ്ക്രബ്ബർ ഉണ്ടല്ലോ, പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ, അതിൻ്റെ ആ സ്പോഞ്ച് അതുകൂടെ നമുക്ക് ഈ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യാനായിട്ട് വേണം. ഇനി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ ബ്ലോക്ക് പ്രിൻറ്റിങ് നന്നായിട്ട് പതിയണേൽ ഒരു 2-3 ലെയർ ബെഡ്ഷീറ്റ് ചുളി ഒന്നും ഇല്ലാതെ സെറ്റ് ചെയ്യണം. എന്നാലേ അത് നന്നായിട്ട് പതിയത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഏത് തുണിയിലോട്ടാണോ ഈ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യേണ്ടത്, ഇപ്പം ടോപ്പാണേ ടോപ്പ്, അല്ല സാരിയാണേ, അത് നന്നായിട്ട് തേച്ച് ചുളിവൊന്നും ഇല്ലാതെ അതിന് അടിവശത്ത് നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ച് പിൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ എവിടെയൊക്കെയാണോ നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. ഇനി നമുക്ക് കളർ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബ്ലൂവും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടൊരു നേവി ബ്ലൂ കളർ കിട്ടാനാണ് നോക്കിയത്. പക്ഷെ അത് ഡാർക്കർ ഷെയ്ഡായിപ്പോയി, ബ്ലാക്ക് കളർ തന്നെയാണ് ആയിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോപ്പിൻ്റെ കൂടെ ഒരു പച്ച കളറ് ദുപ്പട്ടയാണ് വേണ്ടത്. അപ്പോൾ ആ ദുപ്പട്ടയുടെ അതിലെ പ്രിൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ബ്ലോക്കാണ് ഞാൻ നോക്കിയത്. നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ സ്ക്രബ്ബറിൻ്റെ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലോക്കിലേക്ക് പെയിൻറ്റ് സ്പ്രെഡ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് പെയിൻറ്റ് അങ്ങ് ഉണങ്ങി പിടിക്കുവാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രബ്ബർ അല്ലെങ്കിൽ ആ സ്പോഞ്ച് ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത് പിഴിഞ്ഞ് കളയുക. വെള്ളം ഫുള്ള് പിഴിഞ്ഞ് കളഞ്ഞ് കുറച്ചൊരു നനവോടെ വേണം നമ്മൾ ആ പെയിൻറ്റ് എടുക്കാനായിട്ട്. എന്നേച്ച് ഈ ബ്ലോക്കിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്നൊന്നും ആ പെയിൻറ്റ് ഉണങ്ങത്തില്ല. ഈ കളർ മിക്സ് ചെയ്യുമ്പോഴാണേലും ശ്രദ്ധിച്ചോണം, നമ്മൾ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. ഈ സ്പോഞ്ചിലാണേലും അധികം വെള്ളമൊന്നും പാടില്ല. ഞാൻ ജസ്റ്റ് ആ പെയിൻറ്റ് ഉണങ്ങാതിരിക്കാനായിട്ടാണ് ഒരു നനവ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ ആ ദുപ്പട്ടയുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പച്ച കളറും ഒരു നേവി ബ്ലൂ കളറിൻ്റെ ഡോട്ട്സും ഒക്കെ ആവശ്യം പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ടോപ്പിലായാലും നിങ്ങളുടെ സാരിയിലായാലും ഇതുപോലത്തെ ഡിസൈൻസൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതുപോലെ എന്തെങ്കിലും ഡ്രസ്സ്, പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സുണ്ട്, അപ്പോൾ അതൊന്ന് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബീഡ് വർക്കോ എംബ്രോയ്ഡറി ഒന്നും ചെയ്യാനും വയ്യ, വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് പ്രിൻറ്റിങ് ഒരു ഈസിയർ ഓപ്ഷനാണ്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് യൂസ് ചെയ്തിട്ടുള്ള ഈ ബ്ലോക്ക് പ്രിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.